ഹായ് ഹലോ വെൽക്കം ടു മിൻഡ് പി എസ് സി ദ റൈറ്റ് ഗൈഡൻസ്. അപ്പൊ എല്ലാവർക്കും മിൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം. നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നു, അതുപോലെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും ഓൾറെഡി കുറച്ച് നാളുകളായിട്ട് ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം ഇതിന് പ്രിലിംസ് ഇല്ലാത്തൊരു എക്സാം ആണ് അല്ലെ, ഒരൊറ്റ എക്സാമേ ഉള്ളൂ. ഈ ഒരു എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് എക്സാം സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് മുമ്പ് തന്നെ നമുക്കൊരു കാര്യം അറിയണം. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ VFA എക്സാമിന്റെ നിയമന നില എങ്ങനെയായിരുന്നു, അതിന്റെ കട്ട് ഓഫ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അറിയണം അല്ലെ. അപ്പൊ എല്ലാ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് കഴിഞ്ഞ പ്രാവശ്യം എത്രത്തോളം നിയമനങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് നടന്നു എന്നറിയുന്നത് നമുക്ക് ഭയങ്കര ഒരു ആകാംക്ഷയാണ് അല്ലെ. അപ്പൊ നമുക്കിത് അതൊന്ന് നോക്കാം. ഓക്കെ, അതിന് മുമ്പ് തന്നെ നമ്മുടെ മിൻഡ് പി എസ് സിയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സ് ഫീ വരുന്നത് അപ് ടു എക്സാം വരെയാണ് 799 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത്. എക്സാം വരെയാണ്, അപ് ടു എക്സാം വരെയാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ പ്രാധാന്യം എന്നൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ക്ലാസ്സുകളാണ്, സിലബസ് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാം ലൈവ് ക്ലാസ് ആണ്, ഇതിന്റെയൊക്കെ റെക്കോർഡ് ക്ലാസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ റെക്കോർഡ് സെഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഇതിന്റെ എല്ലാ നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാൻ പറ്റുന്ന PDF നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ 24/7 ഫാക്കൽറ്റി സപ്പോർട്ടും മെന്റർ സപ്പോർട്ടും മെന്റർഷിപ്പ് ബാച്ചും ഒക്കെയുള്ള അതാണ്. അതുപോലെ ടെസ്റ്റ് സീരീസ് നമുക്ക് എക്സാം എഴുതി നോക്കിയാലേ ആ ഒരു പ്രാക്ടീസ് കിട്ടുള്ളൂ. അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് ഒരുപാട് ടെസ്റ്റ് സീരീസ് ഒക്കെ എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ എല്ലാവരും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ എങ്കിൽ അപ്പോ നമുക്കറിയാം ജൂലൈ 12 മുമ്പ് കൺഫർമേഷൻ കൊടുക്കണം ഈ ഒരു എക്സാമിന് അല്ലെ. അപ്പൊ നമ്മൾ ഒരിക്കലും കൺഫർമേഷൻ കൊടുക്കാൻ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. എന്തെങ്കിലും സിസ്റ്റം എററോ അല്ലെങ്കിൽ നെറ്റ് പ്രോബ്ലം എന്തെങ്കിലും വന്നാൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ഒരു ചാൻസ് ആണ് പോകുന്നത്. ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ, പ്രിലിംസ് പോലും ഇല്ലാത്ത എക്സാം ആണ്. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് ജോലി കിട്ടുന്ന ഒരു എക്സാം ആണ്. ഓക്കെ, അപ്പോ ജില്ലകൾ അതുപോലെ കട്ട് ഓഫ് നിയമനം, ഓരോ ജില്ലയിലും എത്രയൊക്കെയായിരുന്നു കട്ട് ഓഫ്, എത്രയൊക്കെയാണ് നിയമനം എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് വന്നത് 74 മാർക്കാണ്. തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് 74 മാർക്കായിരുന്നു. അതുപോലെ നിയമനം തിരുവനന്തപുരം ജില്ലയില് നിയമനം 184 നിയമനങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ നടന്നത്. അതുപോലെ കൊല്ലം ജില്ലയിലും 74 ആയിരുന്നു കട്ട് ഓഫ്, 74. അപ്പൊ നിങ്ങൾ ഈ കട്ട് ഓഫ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും. അത്യാവശ്യം നല്ല കട്ട് ഓഫ് വന്നൊരു എക്സാം ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ VFA എക്സാം. അപ്പൊ നല്ല രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു കട്ട് ഓഫ് നമ്മൾ നല്ലൊരു കട്ട് ഓഫ് തന്നെ, കട്ട് ഓഫിനുള്ളിൽ നമ്മൾ പെടണം. ഒരു 80 മാർക്ക് കട്ട് ഓഫ് വിചാരിച്ച് തന്നെ പഠിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവാണെങ്കിൽ, നല്ലൊരു ടൈം ടേബിൾ ബേസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും ഒക്കെ വാരി വലിച്ച് പഠിക്കുവാണെങ്കിൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. റാങ്ക് ലിസ്റ്റ് എവിടെയെങ്കിലും കിടന്നാലും ജോലി കിട്ടില്ല. നന്നായിട്ട് പഠിച്ച് ആ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിച്ചിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിട്ട് ഒരു റിവിഷൻ പീരീഡും കൂടി ഉണ്ടാക്കി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ഹാളിൽ ചെന്ന് കൺഫ്യൂഷൻ ഇല്ലാതെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് കൊല്ലം ജില്ലയില് 74 ആയിരുന്നു കട്ട് ഓഫ്. അതുപോലെ നിയമന നില 123 ആയിരുന്നു കൊല്ലം ജില്ലയിലെ നിയമന നില. അടുത്തത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയില് 70.76 ആയിരുന്നു പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ 86 നിയമനങ്ങൾ നടന്നൊരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. അതുപോലെ ആലപ്പുഴ ജില്ലയിൽ 70.67 ആയിരുന്നു ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ നിയമനം 93 നിയമനങ്ങളോളം ആലപ്പുഴ ജില്ലയിൽ നടന്നിട്ടുണ്ട്. പിന്നെ കോട്ടയം ജില്ലയാണെങ്കിൽ 71.33 ആയിരുന്നു നമ്മുടെ കോട്ടയം ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ കോട്ടയം ജില്ലയിലെ നിയമന നില 130 നിയമനങ്ങളോളം കോട്ടയം ജില്ലയിൽ നടന്നു. ഓക്കെ, അതുപോലെ ഇടുക്കി ജില്ലയാണെങ്കിൽ 68 മാർക്കായിരുന്നു ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ ഇടുക്കി ജില്ലയിലെ നിയമനം 71 നിയമനങ്ങളോളം ഇടുക്കി ജില്ലയിൽ നടന്നിട്ടുണ്ട്. അടുത്തത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് 72 മാർക്കായിരുന്നു എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ്. എറണാകുളം ജില്ലയിൽ അത്യാവശ്യം നിയമനങ്ങൾ നടന്നിട്ടുള്ള ഒരു ജില്ലയാണ്. 188 നിയമനങ്ങളോളം എറണാകുളം ജില്ലയിൽ നടന്നിട്ടുണ്ട്. അടുത്തത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ 72.67 ആയിരുന്നു കട്ട് ഓഫ്. അത്യാവശ്യം എല്ലാം നല്ല കട്ട് ഓഫ് ലെവലാണ് അല്ലെ.
അപ്പോൾ നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രിലിംസ് ഇല്ലാന്ന് വെച്ച് കട്ട് ഓഫ് കുറയുന്ന ഒരു എക്സാം അല്ല. അപ്പോൾ പ്രിലിംസ് ഇല്ല, ആ ഒരു ബെനിഫിറ്റ് മാത്രം നമുക്കുള്ളൊരു എക്സാം ആണ്. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തൃശ്ശൂർ ജില്ല 72.67 ആണ്. തൃശ്ശൂർ ജില്ലയിൽ അത്യാവശ്യം നല്ല നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. 242 നിയമനങ്ങളോളം നടന്നൊരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. അടുത്തത് പാലക്കാട് ജില്ലയാണ്. പാലക്കാട് 71 ആയിരുന്നു പാലക്കാട് ജില്ലയിലെ കട്ട് ഓഫ്. പാലക്കാട് ജില്ലയിൽ 198 നിയമനങ്ങളാണ് പാലക്കാട് ജില്ലയിൽ നടന്നത്. അടുത്തത് മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ് 72 മാർക്കാണ് മലപ്പുറം ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ മലപ്പുറം ജില്ലയിൽ 192 നിയമനങ്ങളോളം മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുണ്ട്. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് ജില്ലയിൽ 74 ആയിരുന്നു കോഴിക്കോട് ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ നിയമനം വരുന്നത് 129 നിയമനങ്ങളോളം എവിടെ വരുന്നുണ്ട്? കോഴിക്കോട് ജില്ലയിൽ വരുന്നുണ്ട്. അടുത്തത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ 69.33 ആണ് വയനാട് ജില്ലയിലെ കട്ട് ഓഫ്. 34 ആണ് നിയമനം. ഓക്കെ, അപ്പൊ കട്ട് ഓഫ് മനസ്സിലാക്കുക, നിയമനങ്ങളും ഒക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ, ഉയർന്ന റാങ്കിൽ എത്തണമെന്ന് മനസ്സിലാക്കി ടൈം ടേബിൾ സെറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ കണ്ണൂർ ജില്ലയാണെങ്കിൽ 74 ആണ് കണ്ണൂർ ജില്ലയിലെ കട്ട് ഓഫ്. അതുപോലെ നിയമനം കണ്ണൂരിൽ 171 നിയമനങ്ങളോളം കണ്ണൂർ ജില്ലയിൽ നടന്നിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ 70.67 ആണ് കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ്. അല്ലെ കാസർഗോഡ് ജില്ലയിൽ 81 നിയമനങ്ങളോളമാണ് കാസർഗോഡ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ കഴിഞ്ഞ VFAയുടെ നിയമന നില. ഈ കട്ട് ഓഫും ഇതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കുക. അപ്പൊ മാർക്ക് കുറവുള്ള വിഷയം കൂടുതൽ സമയം പഠിക്കാതെ മാർക്ക് കൂടുതലുള്ള വിഷയത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് കൂടുതൽ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ PSC എക്സാമുകൾക്കെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. നമ്മുടെ സിലബസുമായിട്ട് കണക്ട് ചെയ്യുന്ന SCRT പോർഷൻസ് എന്ത് ചെയ്യുക, അതുമായിട്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ അതും കൂടി ആഡ് ചെയ്ത് വെച്ച് പഠിക്കണം. ഓക്കെ, SCRT ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. SCRT നമ്മുടെ സിലബസിൽ എന്തൊക്കെയാണ് ഉള്ളത്, ജോഗ്രഫി പഠിക്കുവാണെങ്കിൽ SCRTയിലെ ജോഗ്രഫി പോർഷൻസും കൂടെ കവർ ചെയ്ത് ഈ സിലബസിൻ്റെ കൂടെ ആഡ് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വേണ്ടി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു 80 മാക്സിമം ഒരു 80-85 ദിവസങ്ങൾ അല്ലെ, അത്രയേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. അപ്പൊ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് മാക്സിമം എല്ലാ പോർഷൻസും കവർ ചെയ്യുക. കവർ ചെയ്തിട്ട് പിന്നെ ഒരു 10 ദിവസം എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി എടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൽ പോയിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നല്ല കോൺഫിഡൻസോടെ നമുക്ക് എക്സാം എഴുതി നല്ല മാർക്ക് വാങ്ങിച്ച് നല്ല റാങ്കിൽ എത്താനും പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഹാർഡ് വർക്കിനോടൊപ്പം തന്നെ എന്ത് വേണം, സ്മാർട്ട് വർക്കും കൂടി വേണം. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയുവാണ്, നമ്മളിവിടെ മിന്തി PSCയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ് ആണ്. ലൈവ് അഥവാ കാണാൻ പറ്റിയില്ലെങ്കിൽ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ്. വെറും 799 രൂപ മാത്രമാണ് നമ്മുടെ കോഴ്സ് ഫീ വരുന്നത്. അപ് ടു എക്സാം വരെയാണ് നമ്മുടെ കോഴ്സിന്റെ വാലിഡിറ്റി. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.